തിരുത്തിക്കാട് നൂറടിത്തോടിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന 100-ലധികം തണൽ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന മരങ്ങളാണ് അധികൃതരുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രദേശത്തിന് വലിയ തോതിൽ ഹരിതഭംഗി നൽകിയിരുന്ന മരങ്ങളാണ് പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കിയതെന്ന് പറയുന്നു. മരങ്ങൾ വെട്ടിമാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെയും നഗരസഭാ അധികൃതരെയും വിവരം അറിയിക്കുകയായിരുന്നു. വിവരമറിഞ്ഞ് കുന്നംകുളം പോലീസും നഗരസഭാ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനായി മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നില്ല എന്നാണ് പ്രാഥമിക നിഗമനം. വരും ദിവസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചു. പതിറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങളാണ് വെട്ടിമാറ്റിയത്. ഇത് പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെയും ചൂട് കുറയ്ക്കാനുള്ള സ്വാഭാവിക മാർഗത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ഇവിടുത്തെ കൃഷിക്ക് ഭയങ്കരമായിട്ട് അത് ബാധിക്കും. ഇപ്രാവശ്യം വെള്ളം അത്രയും കൂടിയിട്ട് ഇവിടെ മോട്ടറടി വരെ നിർത്തി വെക്കേണ്ടി വന്നു. അതിൻ്റെ ഇടയ്ക്ക് ഈ മരം വീണിട്ട് ബണ്ട് പൊട്ടലും കൂടി ആയിട്ട് വെച്ചാൽ എന്ത് ചെയ്യുന്നുള്ളത് അധികൃതരെ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ പടവ് കമ്മിറ്റി പടവ് കമ്മിറ്റിയിൽ 15-അംഗ കമ്മിറ്റിയിൽ മിനിസ്റ്റർ ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളെ മരം മുറി. ഇങ്ങനെ മരം മുറിച്ച് 3 അടി ഉയരത്തിൽ മുറിച്ച് മാറ്റുക. മരം നശിപ്പിക്കരുത്, അത് കടവച്ചേരല്ല, നശിപ്പിക്കാതെ